ഹായ് ഹലോ റീസ്റ്റാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൈക്കോളജിയാണ് അല്ലേ, പഠന സിദ്ധാന്തങ്ങളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബന്ദൂരയുടെ സാമൂഹിക പഠന സിദ്ധാന്തമാണ് കേട്ടോ. ആൽബർട്ട് ബന്ദൂരയുടെ സാമൂഹിക പഠന സിദ്ധാന്തത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വയ്ക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, സാമൂഹിക പഠന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആൽബർട്ട് ബന്ദൂരയാണ് കേട്ടോ. സാമൂഹിക പഠന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ആൽബർട്ട് ബന്ദൂരയാണ്. നിരീക്ഷണ പഠന സിദ്ധാന്തം എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. സാമൂഹിക പഠന സിദ്ധാന്തത്തെ നിരീക്ഷണ പഠന സിദ്ധാന്തം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ബുക്കാണ് സോഷ്യൽ ലേണിംഗ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. ഏതാണ് ബുക്ക്? സോഷ്യൽ ലേണിംഗ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആണ് ബന്ദൂരയുടെ ബുക്ക് കേട്ടോ. ആൽബർട്ട് ബന്ദൂരയും റിച്ചാർഡ് വാൾട്ടേഴ്സും നിരീക്ഷണ പഠനം ഒരു സ്വാഭാവിക സംഭവമാണെന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് സാമൂഹിക പഠന സിദ്ധാന്തം വിപുലീകരിച്ചു. എങ്ങനെയാണ്? ആരൊക്കെയാണ്? ആൽബർട്ട് ബന്ദൂരയും റിച്ചാർഡ് വാൾട്ടേഴ്സും അല്ലേ. നിരീക്ഷണ പഠനം ഒരു സ്വാഭാവിക സംഭവമാണെന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് സാമൂഹിക പഠന സിദ്ധാന്തം വിപുലീകരിക്കുകയാണ് ചെയ്തത്. അടുത്തത്, സാമൂഹിക പഠന സിദ്ധാന്തം വൈജ്ഞാനിക സിദ്ധാന്തത്തിനും വ്യവഹാര സിദ്ധാന്തത്തിനും ഇടയിലുള്ള ഒരു പാലമായി പ്രവർത്തിക്കുന്നു. ഏതിൻ്റെ ഇടയിലുള്ള പാലമായിട്ടാണ് പ്രവർത്തിക്കുന്നത്? വൈജ്ഞാനിക സിദ്ധാന്തത്തിനും വ്യവഹാര സിദ്ധാന്തത്തിനും ഇടയിലുള്ള ഒരു പാലമായി പ്രവർത്തിക്കുകയാണ് സാമൂഹിക പഠന സിദ്ധാന്തം ചെയ്യുന്നത്. ഓക്കെ, ഈ സിദ്ധാന്തം അനുസരിച്ച് മറ്റുള്ളവരുടെ പെരുമാറ്റം നിരീക്ഷിക്കുന്നതിൻ്റെയും അനുകരിക്കുന്നതിൻ്റെയും മാതൃകയാക്കുന്നതിൻ്റെയും ഫലമാണ് പഠനം. അതിനാൽ ഇതിനെ നിരീക്ഷണ പഠനം എന്ന് വിളിക്കുന്നു. അതായത് സാമൂഹിക പഠന സിദ്ധാന്തം എന്താണ് ചെയ്യുന്നത്? മറ്റുള്ളവരുടെ പെരുമാറ്റം മറ്റുള്ളവരുടെ പെരുമാറ്റം നിരീക്ഷിക്കുന്നതിലൂടെയും അനുകരിക്കുന്നതിലൂടെയും മാതൃകയാക്കുന്നതിലൂടെയാണ് പഠനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നിരീക്ഷണ പഠനം എന്നുകൂടെ വിളിക്കുന്നുണ്ട് കേട്ടോ. സാമൂഹിക പഠന സിദ്ധാന്തത്തെ എന്തുകൂടെ വിളിക്കുന്നുണ്ട്? നിരീക്ഷണ പഠന സിദ്ധാന്തം എന്നും വിളിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ബന്ദൂരയുടെ എക്സ്പെരിമെൻ്റ് ആണ് ബോബോഡോൾ എക്സ്പെരിമെൻ്റ് അല്ലേ. ബോബോഡോൾ എക്സ്പെരിമെൻ്റ് ആരുടെയാണ്? ബന്ദൂരയുടെയാണ് അല്ലേ, നമുക്കറിയാവുന്നതാണ്. അടുത്തത്, നിരീക്ഷണ പഠനത്തിന് 3 ബേസിക് മോഡൽസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ജീവനുള്ള വ്യക്തികൾ, 2 പ്രതീകാത്മക മാതൃക, 3 വാക്കാലുള്ള നിർദ്ദേശ മാതൃക. ഏതൊക്കെയാണ് ബേസിക് മോഡൽസ്? ജീവനുള്ള വ്യക്തികൾ, പ്രതീകാത്മക മാതൃക, വാക്കാലുള്ള നിർദ്ദേശ മാതൃക. ദെൻ നിരീക്ഷണ പഠനത്തിന് 4 ഘട്ടങ്ങളുണ്ട് കേട്ടോ. 4 ഘട്ടങ്ങളാണ് നിരീക്ഷണ പഠനത്തിനുള്ളത്. ശ്രദ്ധ, നിലനിർത്തൽ, ചാലക പ്രകടനം, പ്രചോദനം. ഇത് ഓർഡറിൽ തന്നെ പഠിച്ചോളൂ. ശ്രദ്ധ, നിലനിർത്തൽ, ചാലക പ്രകടനം, പ്രചോദനം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സാമൂഹിക പഠന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ് കേട്ടോ. സാമൂഹിക പഠന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രത്യക്ഷ പ്രബലനം, ആദേശിത പ്രബലനം അല്ലെങ്കിൽ ബദലായ ദൃഢീകരണം, പിന്നെ സ്വയം നൽകുന്ന പ്രബലനം. ഏതൊക്കെയാണ് അടിസ്ഥാന തത്വങ്ങൾ? പ്രത്യക്ഷ പ്രബലനം, അതായത് ആരെയും മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് പ്രത്യക്ഷ പ്രബലനം. ആദേശിത പ്രബലനം അല്ലെങ്കിൽ ബദലായ ദൃഢീകരണം പറഞ്ഞാൽ ആരെയെങ്കിലും മോഡലാക്കുക, ആരെയെങ്കിലും റോൾ മോഡലാക്കുന്ന ഒരു പ്രബലനമാണ് ആദേശിത പ്രബലനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സ്വയം നൽകുന്ന പ്രബലനം. സ്വയം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് സ്വയം നൽകുന്ന പ്രബലനം. ഇനി ഇത് ഓരോന്ന് നോക്കാം. പ്രത്യക്ഷ പ്രബലനം എന്ന് വെച്ചാൽ ആരെങ്കിലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് പ്രത്യക്ഷ പ്രബലനം സാധാരണ നടക്കുന്നത് അല്ലേ. ആദേശിത പ്രബലനം അല്ലെങ്കിൽ ബദലായ ദൃഢീകരണം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ല, അത് നമുക്ക് നോക്കാം. മറ്റൊരാളുടെ പെരുമാറ്റവും അതിൻ്റെ ഭവിഷ്യത്തുകളും കണ്ടു മനസ്സിലാക്കി സ്വന്തം രീതികളിൽ വ്യത്യാസം ഉണ്ടാക്കി അതിനെ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നതിനെ ബദലായ ദൃഢീകരണം എന്നാണ് പറയുന്നത്. അതായത് മറ്റൊരാളെ നമ്മൾ നിരീക്ഷിച്ച് മറ്റൊരാളുടെ പെരുമാറ്റവും അതുപോലെ തന്നെ അവരുടെ ഗുണവും ദോഷവും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് സ്വന്തം രീതിക്ക് വ്യത്യാസം ഉണ്ടാക്കി അതിനെ ഊട്ടി ഉറപ്പിക്കുകയാണ് ബദലായ ദൃഢീകരണം അല്ലെങ്കിൽ ആദേശിത പ്രബലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൽബർട്ട് ബന്ദൂരയുടെ പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഒരു PYQ നോക്കാം. ദൃശ്യമാധ്യമങ്ങളിലെ പെരുമാറ്റ രീതികൾ, രക്ഷിതാക്കളുടെയും മുതിർന്നവരുടെയും പെരുമാറ്റ രീതികൾ തുടങ്ങിയവ കുട്ടികൾ അനുകരിക്കുകയും അവലംബിക്കുകയും ചെയ്യുന്ന ബന്ദൂരയുടെ പരീക്ഷണം ഏതാണ്? നമുക്കറിയാവുന്ന പരീക്ഷണം ഏതാണ്? ബോബോഡോൾ എക്സ്പെരിമെൻ്റ് ആണ് അല്ലേ. ബോബോ പാവ പരീക്ഷണം എന്ന് നമുക്ക് പറയാം കേട്ടോ. ബോബോഡോൾ എക്സ്പെരിമെൻ്റ് ആണ് ഇതിൻ്റെ ആൻസർ. അടുത്തത്, ആൽബർട്ട് ബന്ദൂരയുടെ സാമൂഹിക പഠന സിദ്ധാന്തത്തിൻ്റെ വാദമുഖങ്ങൾ അവതരിപ്പിച്ച ഗ്രന്ഥങ്ങൾ 3 ഉള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അഡോളസൻസ് അഗ്രഷൻ,
1959 പുറത്തിറക്കിയത്. അഗ്രഷൻ എ സോഷ്യൽ ലേണിംഗ് അനാലിസിസ്, അത് 1973 കേട്ടോ. സോഷ്യൽ ലേണിംഗ് തിയറി 1977. അങ്ങനെ 3 ഗ്രന്ഥങ്ങളാണ് ആൽബർട്ട് ബന്ദൂരയുടെ സാമൂഹിക പഠന സിദ്ധാന്തത്തിൻ്റെ വാദമുഖങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അഡോളസൻസ് അഗ്രഷൻ എ സോഷ്യൽ ലേണിംഗ് അനാലിസിസ്, സോഷ്യൽ ലേണിംഗ് തിയറി. ഓക്കെ, ആൽബർട്ട് ബന്ദൂരയുടെ സാമൂഹിക വികാസ സങ്കല്പം അറിയപ്പെടുന്നത് നിരീക്ഷണ പഠന സിദ്ധാന്തമെന്നും അനുകരണ പഠന സിദ്ധാന്തമെന്നുമാണ്. സാമൂഹിക വികാസ സങ്കല്പങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? നിരീക്ഷണ പഠന സിദ്ധാന്തമെന്നും അനുകരണ പഠന സിദ്ധാന്തമെന്നുമാണ് കേട്ടോ. ആൽബർട്ട് ബന്ദൂരയുമായി ബന്ധപ്പെട്ട ഒരു വേർഡാണ് മാതൃക നൽകൽ. അപ്പോൾ ഈ മാതൃക നൽകലിന് ഒരു ഡെഫിനിഷൻ വേണം അല്ലേ? കേട്ടോളൂ. അനുകരിക്കുന്നതിനും സാമൂഹിക ജീവിതത്തിൽ അനുവർത്തിക്കുന്നതിനും പ്രേരിപ്പിക്കുന്നതാണ് മാതൃക നൽകൽ. എന്താണ് മാതൃക നൽകൽ? അനുകരിക്കുന്നതിനും സാമൂഹിക ജീവിതത്തിൽ അനുവർത്തിക്കുന്നതിനും പ്രേരിപ്പിക്കുന്നതാണ് മാതൃക നൽകൽ. ഇതേ സെന്റൻസിൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ മാതൃക നൽകൽ. ഓക്കെ, നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞൊരു കാര്യമാണ് നിരീക്ഷണ പഠനത്തിന് 4 ഘട്ടങ്ങളുണ്ടെന്ന്. ഓർമ്മയുണ്ടോ? ശ്രദ്ധ, നിലനിർത്തൽ, ചാലക പ്രകടനം, പ്രചോദനം അല്ലേ? ഇനി എന്താണ് ശ്രദ്ധ എന്ന് കൂടെ നമുക്ക് നോക്കാം. ശ്രദ്ധയ്ക്ക് ഒരു ഡെഫിനിഷൻ വേണം, അത് നമുക്ക് നോക്കാം. നിരീക്ഷണ വിധേയമാകുന്ന സംഭവം അല്ലെങ്കിൽ പ്രതിഭാസം ശ്രദ്ധാപൂർവം നിരീക്ഷിക്കപ്പെടുമ്പോൾ മാത്രം അനുകരണീയമാകുന്നതാണ് ശ്രദ്ധ. എന്താണ് ശ്രദ്ധ? നിരീക്ഷണ വിധേയമാകുന്ന സംഭവം അല്ലെങ്കിൽ പ്രതിഭാസം ശ്രദ്ധാപൂർവം നിരീക്ഷിക്കപ്പെടുമ്പോൾ മാത്രം അനുകരണീയമാകുന്നത് എന്താണ്? ശ്രദ്ധയാണ്. ശ്രദ്ധ കഴിഞ്ഞാൽ അടുത്ത ഘട്ടമാണ് നിലനിർത്തൽ അല്ലേ? എന്താണ് നിലനിർത്തൽ? അതിൻ്റെ ഡെഫിനിഷൻ നോക്കിക്കോളൂ. മാതൃകയാക്കപ്പെടുന്ന ഒരു വ്യവഹാരം ദീർഘകാലം ഓർമ്മയിൽ അനുകരിക്കപ്പെടുന്നതാണ് നിലനിർത്തൽ. എന്താണ് നിലനിർത്തൽ? മാതൃകയാക്കപ്പെടുന്ന ഒരു വ്യവഹാരം ദീർഘകാലം ഓർമ്മയിൽ അനുകരിക്കപ്പെടുന്നത് നിലനിർത്തലാണ് കേട്ടോ. അടുത്ത ഘട്ടമാണ് ചാലക പ്രകടനം. അനുകരണ മാതൃകയുടെ വ്യവഹാരങ്ങൾ അതേ രൂപത്തിൽ പുനഃപ്രകാശനം ചെയ്യാൻ നിരീക്ഷകന് സാധിക്കുന്നതാണ് ചാലക പ്രകടനം. എന്താണ് ചാലക പ്രകടനം? അനുകരണ മാതൃകയുടെ വ്യവഹാരങ്ങൾ അതേ രൂപത്തിൽ പുനഃപ്രകാശനം ചെയ്യാൻ നിരീക്ഷകന് സാധിക്കുന്നത് ചാലക പ്രകടനം. അടുത്ത ഘട്ടമാണ് പ്രചോദനം. പ്രചോദനം പിന്നെ അറിയാലോ അല്ലേ? അപ്പോൾ നിരീക്ഷണ പഠനത്തിന് 4 ഘട്ടങ്ങളാണുള്ളത്. ശ്രദ്ധ, നിലനിർത്തൽ, ചാലക പ്രകടനം, പ്രചോദനം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ സാമൂഹിക പഠന സിദ്ധാന്തം എന്താണെന്നും എങ്ങനെയാണെന്നും ഒക്കെ മനസ്സിലായല്ലോ അല്ലേ? ആൽബർട്ട് ബന്ദൂരയുടെ ആണ് നിരീക്ഷണ പഠന സിദ്ധാന്തം എന്നും ഇതിനറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ആൽബർട്ട് ബന്ദൂരയുടെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് ബോബോഡോൾ എക്സ്പെരിമെൻ്റ്, അത് മറക്കരുത് കേട്ടോ. നിരീക്ഷണം, അതുപോലെ തന്നെ മാതൃകയാക്കൽ, അനുകരിക്കൽ, ഇതൊക്കെ കേട്ടാൽ എന്താണെന്ന് ഓർമ്മ വരണം? സാമൂഹിക പഠന സിദ്ധാന്തമാണ് അല്ലെങ്കിൽ നിരീക്ഷണ പഠന സിദ്ധാന്തമാണ്. അതുമല്ലെങ്കിൽ ആൽബർട്ട് ബന്ദൂരയെങ്കിലും ഓർമ്മ വരണം കേട്ടോ.